നമ്മുടെ സുജിത് ഭക്തന്റെ ഒരു വിശദീകരണം കേട്ടു. കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു വീഡിയോ റിലീസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് അതിനുള്ളിൽ വന്ന ഒരു സീൻ പുറത്തു വന്നത് UDF സൈബറിടങ്ങളിലും അതുപോലെ അദ്ദേഹത്തിന് വിരുദ്ധതയുള്ള സൈബറിടങ്ങളിലുമെല്ലാം അത് വലിയ വാർത്തയാക്കിയിരുന്നു. അപ്പൊ അതിനെതിരെയാണ് ഇദ്ദേഹം ഒരു വീഡിയോയുമായിട്ട് രംഗത്ത് വന്നത്. അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ്. മുഖ്യമന്ത്രിയുടെ ഒരു ബിഹൈൻഡ് ദ സീൻ വീഡിയോ ലീക്കായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ കുറെ ആൾക്കാർ പ്രചരിപ്പിക്കുന്നുണ്ട്. ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ എന്റെ വീഡിയോയിൽ തന്നെ ഞാൻ ഇട്ടുകൊടുത്ത വീഡിയോ ആണ് ലീക്കായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാരെടുത്ത് പ്രചരിപ്പിക്കുന്നത്. ഇച്ചിരി ഉളുപ്പുണ്ടോ? ആവശ്യം എന്റെ പോഡ്കാസ്റ്റിൽ, മുഖ്യമന്ത്രിയുടെ പോഡ്കാസ്റ്റിന്റെ അവസാന ഭാഗത്ത് 1 മിനിറ്റ് ഒന്ന് കണ്ടു നോക്കും. ഞാൻ അദ്ദേഹത്തോട് ഇപ്പൊ ചോദിക്കുന്നുണ്ട്, പോഡ്കാസ്റ്റെല്ലാം കഴിഞ്ഞിട്ട് ഒരു റീല് ചെയ്യാം, സഹകരിക്കാമോ? മുഖ്യമന്ത്രിയോടെയാണ്, നിങ്ങൾക്കറിയാം, മുഖ്യമന്ത്രിയോടാണ് ചോദിക്കുന്നത് ഒരു റീല് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും 80 വയസ്സുള്ള ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഒരു ഡയലോഗ് ഒക്കെ ഇട്ട് അത് വളരെ മനോഹരമായിട്ട് പ്രസന്റ് ചെയ്തു. ഞാനത് ഇട്ടു, അത് നല്ല രീതിയിൽ വൈറലായി. എന്നിട്ട് ഇപ്പൊ ഒരു കൂട്ടം ആൾക്കാര് ഞാനത് എന്തൊക്കെയോ ചെയ്താന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ ബിഹൈൻഡ് ദ സീൻ വീഡിയോ ലീക്കായതാണ്, റീച്ച് എന്താ പറയാ, എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ ഇടുന്നുണ്ട്. കുറച്ചൊക്കെ കാര്യഗൗരവത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക. ആ വീഡിയോ ഒരു ടെക് ട്രാവലിയത്തിന്റെ ലോഗോ ഉണ്ട്, ചാറ്റ് ഭക്തൻ എന്ന് പറഞ്ഞ എന്റെ പോഡ്കാസ്റ്റിന്റെ ലോഗോ ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഞാൻ എന്റെ ചാനലില് ഞാനിട്ട വീഡിയോ എടുത്തിട്ട് അത് ലീക്കായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടുമ്പോഴത്തേക്കിനും കഷ്ടാട്ടോ. കുറച്ചൊക്കെ കോമൺ സെൻസ് അത് കാണുന്നവർക്കും അതിൽ കമന്റ് ഇടുന്നവർക്കും ഒക്കെ ആവാം, അത് ഷെയർ ചെയ്യുന്നവർക്കും ഒക്കെ. പുള്ളി എല്ലാവർക്കും കോമൺ സെൻസ് ഉണ്ടാവണമെന്നാ പറയുന്നത്. എന്താ സുജിത്തെ നിങ്ങൾ പറയുന്നത്? നിങ്ങളൊരു മുഖ്യമന്ത്രിയുടെ ഒന്നെങ്കിൽ നിങ്ങൾ എന്താ ചെയ്തെന്നറിയോ? ഇല്ല, പണ്ടത്തെ ഞാനയിലും കുങ്കുമത്തിലും ഒക്കെ ഈ ഓരോ സിനിമാ നടിമാരോ നടന്മാരോ തുണി ഉരിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണുന്ന സീനുകൾ എടുത്ത് ആ തുണി ഉരിഞ്ഞപ്പോൾ എന്നൊക്കെ പറഞ്ഞ് പടം ചെയ്യുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ പ്രചാരത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ നിങ്ങൾ മോശമാക്കി. അല്ലെങ്കിൽ അങ്ങനെ മോശമാക്കി നിങ്ങൾ അദ്ദേഹത്തെ വിറ്റെടുത്തു. അല്ലാതെ ബിഹൈൻഡ് ദ സീനില് ഒരു മുഖ്യമന്ത്രിയോട് നിങ്ങൾ പറഞ്ഞു കൊടുത്ത് അതുപോലെ പറയിക്കുന്ന ഡയലോഗുകൾ വെച്ച് ഒരു വീഡിയോ ഉണ്ടാക്കിയാണോ റീൽ ഉണ്ടാക്കുന്നത്? നിങ്ങളെന്താ വിചാരിക്കുന്നത്? നിങ്ങളെ കേൾക്കുന്നവരും കാണുന്നവരും ഒക്കെ അങ്ങ് വെറും മണ്ടരാണോ? നിങ്ങൾ കുറച്ചൊരു സെൻസ് ഉണ്ടാവണം, ആളുകൾക്കൊരു സെൻസിബിലിറ്റി ഉണ്ടാവണം എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ബാധകമാണ്. നിങ്ങൾ കണ്ണാടിയിൽ നോക്കി പറയേണ്ട കാര്യങ്ങളാ നിങ്ങളിത് നാട്ടുകാരോട് പറയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കാണും, ഫോളോവേഴ്സ് കാണും, എല്ലാം കാണും എന്ന് വിചാരിച്ച് ആരെങ്കിലും ഇതുപോലെ ചെയ്താൽ ചെയ്ത ആളുകളൊക്കെ വലിയ ഊളകളും മറ്റൊരു, നിങ്ങൾ വലിയ ബുദ്ധിമാനും. എന്ത് ബുദ്ധിയായതില്? ഇതിലൊരു ബുദ്ധിയില്ല. ഒന്നെങ്കിൽ നിങ്ങൾ ബോധപൂർവം കിട്ടിയ ചാൻസ് ഉപയോഗിച്ച് ഒരു മുഖ്യമന്ത്രിയെ പോലെ ഒരാളിനെ ഇന്റർവ്യൂ ചെയ്യാൻ അതിന്റെ PR-കാരെല്ലാം കൂടെ ഉണ്ടാക്കി കൊടുത്ത ഒരു സ്ഥലത്തിരുന്ന് ചെയ്തതിനെ നിങ്ങൾ വിറ്റെടുത്തു ഒന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ സാധനം പോയി. അതിനെ പിന്നെ നിങ്ങൾ വെളുപ്പിക്കാൻ വേണ്ടി ഞാനത് മനഃപൂർവ്വം ലീക്കാക്കിയത് നിങ്ങളുടെ ഏതാണ്ട് ഒരു വലിയ ബുദ്ധിയോ വലിയ ഔന്നിത്യമോ പറയുന്നത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, സത്യത്തിൽ ആ മനുഷ്യനോട് സഹതാപമാണ് തോന്നുന്നത്. നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇതുപോലെ ഇരുന്ന് തന്നേന്. എന്നിട്ട് നിങ്ങളത് പറഞ്ഞു പിടിപ്പിച്ച് 80 വയസ്സുള്ള മുഖ്യമന്ത്രിക്ക് റിലാക്സ്ഡ് ആവാൻ നിങ്ങൾ പറഞ്ഞു തരുന്ന ഡയലോഗ് അതുപോലെ പറയണോ? സുജിത് ഭക്തൻ പറയുന്ന അനുസരിച്ചാണോ കേരളത്തിലെ ജനങ്ങളെല്ലാം റിലാക്സ്ഡ് ആവുന്ന ആളിനെ കാണുന്നത്? പറയുമ്പോൾ ഒരു ഔചിത്യബോധമൊക്കെ വേണ്ടേ?